പറഞ്ഞുകൊണ്ട് നമ്മൾ അവരുടെ കൂടെ നിൽക്കണു. ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, ദുഃഖമല്ല, ഞങ്ങൾ കടിച്ചമർത്തി പൊതുജനങ്ങളുടെ വികാരത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒപ്പം നിൽക്കുന്നു. പന്തലുകളുടെ കാര്യത്തിൽ 24-ാം തീയതി വരെ ലൈറ്റ് കത്തില്ല. 25-ാം തീയതി 26-ാം തീയതി പൂര ദിവസമാണ് ലൈറ്റ് കത്തുന്നുള്ളൂ, കത്തിക്കുള്ളൂ. ചമയം നമ്മൾ ഉണ്ടാക്കിയത് നമ്മുടെ കൗസ്തുഭം ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ ചമയങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അത് അവിടെ ഇരിക്കുന്നുണ്ട്. നാളെ ഇല്ല അതും ഒക്കെ 25-ാം തീയതി മുതൽ. വേറൊരു ചടങ്ങും 24-ാം തീയതിയിലോ ഒന്നുമില്ല, 25-ാം തീയതിക്ക് ശേഷം. തീർച്ചയായും അതാണ് അമൃത അവർക്ക് പറയാനുള്ളത്. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷാണ് നമ്മോട് ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. അവർ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ളൊരു നിർദ്ദേശം ആയി വന്നത് കുറേ മനുഷ്യജീവനുകൾ അവിടെ മുണ്ടത്തിക്കോട് ഇപ്പോഴും കണ്ടെത്താൻ പോലും കഴിയാത്ത തരത്തിലേക്ക് പോയി ദിവസങ്ങൾ മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. സ്വാഭാവികമായി അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇങ്ങനെ വർണ്ണാഭമായി അല്ലെങ്കിൽ ആഘോഷപരമായി ഈ പൂരം നടത്തുന്നതിൽ അതിലൊരു അനൗചിത്യമുണ്ട്, അതൊരു മനുഷ്യത്വമില്ലായ്മ തന്നെയാണ് എന്ന നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ വന്നു. അങ്ങനെ ഒരു നിർദ്ദേശം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നു. എന്തായാലും കുടമാറ്റം 15 മിനിറ്റ് മാത്രമേ നടത്തുകയുള്ളൂ എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കൂടാതെ വെടിക്കെട്ടുണ്ടാകില്ല എന്നും തീരുമാനമായിട്ടുണ്ട്. അല്പസമയം മുൻപ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തിരുവമ്പാടി ദേവസ്വം ബോർഡ് സെക്രട്ടറി ഗിരീഷ് നമ്മോടൊപ്പം സംസാരിച്ചു. കൂടാതെ പാറമേക്കാവ് ദേവസ്വം അവരാണ് ഇന്ന് രാവിലെ സാമ്പിൾ വെടിക്കെട്ട് മാത്രമേ ഒഴിവാക്കേണ്ടതുള്ളൂ, പൂരം വെടിക്കെട്ട് നടത്തണം, പകൽ വെടിക്കെട്ടും അതുപോലെ തന്നെ രാത്രി വെടിക്കെട്ടും നടത്തണമെന്നൊരു നിലപാടിൽ ഉറച്ചു നിന്നത് അവരാണ്. പക്ഷേ അവരും നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നു. ദേവസ്വം മന്ത്രി വി.എൻ. വാസവനും അതുപോലെ തന്നെ മന്ത്രി കെ രാജനും അടക്കമുള്ള ആളുകൾ അവരുമായി സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരും പിന്നോട്ട് പോയിരിക്കുന്നു. ഈ പാറമേക്കാവിൻ്റെ വെടിക്കോപ്പുകൾ ഇപ്പോഴും അവിടെ തന്നെ മുതലമടയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇത് എവിടെ പൊട്ടിച്ചു തീർക്കണം അല്ലെങ്കിൽ എങ്ങനെ നശിപ്പിക്കണം എന്നതിനെക്കുറിച്ച് സർക്കാർ ഉത്തരവിറങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് പ്രതികരിക്കാമെന്നാണ് ദേവസ്വത്തിൻ്റെ പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ സെക്രട്ടറി രാജേഷ് അല്പസമയത്തെ മുൻപ് വ്യക്തമാക്കിയിട്ടുള്ളത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം ഈ യോഗത്തിൽ പങ്കെടുത്തു. അദ്ദേഹം ഈ നിലപാടിനെ പിന്തുണച്ചെന്നാണ് പറയുന്നത്. നേരത്തെ മന്ത്രി വി.എൻ. വാസവരോട് നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹവും മന്ത്രി കെ രാജനും പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ദേവസ്വം അധികൃതർ വിശദീകരിക്കട്ടെ, തങ്ങളത് വിശദീകരിക്കില്ല ഈ ഒരു ഘട്ടത്തിൽ. അതിന് പ്രധാനപ്പെട്ട കാരണം ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്, അതുകൊണ്ട് തങ്ങൾക്ക് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എന്തായാലും അവരുടെ ഒരു സ്ട്രാറ്റജി ഫലം കണ്ടിരിക്കുന്നു.